ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഗ്നൻസി കൺഫേം ചെയ്തതിന് ശേഷം പല അമ്മമാരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മോർണിംഗ് സിക്നസ് അഥവാ നോസിയയും വൊമിറ്റിങ്ങും. പേര് മോർണിംഗ് സിക്നസ് എന്നാണെങ്കിലും ഇത് രാവിലെ മാത്രം ഉണ്ടാകണമെന്നില്ല. പകൽ സമയത്തും രാത്രിയിലും ചിലപ്പോൾ ദിവസം മുഴുവനും തന്നെ നോസിയ അനുഭവപ്പെടാം. ഇയർലി പ്രഗ്നൻസിയിൽ ഇത് വളരെ സാധാരണമാണ്. ഇന്നത്തെ വീഡിയോയിൽ മോർണിംഗ് സിക്നസ് കുറയ്ക്കാൻ വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, എന്തൊക്കെ ഒഴിവാക്കണം, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്നതിന് മുൻപ് ചെറിയ സ്നാക്സ് കഴിക്കുക എന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് നോസിയ കൂടുതലായി തോന്നുന്നത് എങ്കിൽ കിടക്കയുടെ അടുത്ത് ബിസ്ക്കറ്റ്, റസ്ക് പോലുള്ള ചെറിയ ഭക്ഷണം വയ്ക്കാം. എഴുന്നേൽക്കുന്നതിന് മുൻപ് 1-2 കഴിച്ച ശേഷം പതുക്കെ എഴുന്നേൽക്കുന്നത് ചിലർക്ക് സഹായകമാണ്. പിന്നെ ഒരു വലിയ മീൽ കഴിക്കുന്നതിന് പകരം ചെറിയ അളവിൽ പലതവണ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ലിറ്റിലായി ഭക്ഷണം കഴിക്കുന്നത് നോസിയ നിയന്ത്രിക്കാൻ സഹായിച്ചേക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വയറ് പൂർണ്ണമായി കാലിയായിട്ടിരിക്കുമ്പോൾ നോസിയ കൂടുതലായി പലർക്കും അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ വളരെ നേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ വെള്ളം കുടിക്കുന്നത് വളരെ പ്രധാനമാണ്. വൊമിറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഒരേ സമയം വലിയ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് പകരം ചെറിയ അളവിലായി ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക. പിന്നെ ഇഞ്ചി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ചിലർക്ക് നോസിയ കുറയ്ക്കാൻ സഹായിക്കും. ജിഞ്ചർ അടങ്ങിയ ഭക്ഷണമോ ജിഞ്ചർ ടീ അല്ലെങ്കിൽ ജിഞ്ചർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതും നോസിയ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നോസിയ ട്രിഗർ ചെയ്യുന്ന സ്മെല്ലുകളും ഫുഡുകളും ഒഴിവാക്കുക. ചിലർക്ക് കുക്കിങ്ങിൻ്റെ സ്മെല്ല്, പെർഫ്യൂം, ഫ്രൈഡ് ഫുഡ്, സ്പൈസി ഫുഡ് എന്നിവയുടെ സ്മെല്ലുകൾ നോസിയ ട്രിഗർ ചെയ്യാം. നിങ്ങൾക്ക് ഏത് സ്മെല്ല് അല്ലെങ്കിൽ ഫുഡാണ് നോസിയ കൂട്ടുന്നത് എന്ന് ശ്രദ്ധിച്ച് അത് കുറച്ചു കാലത്തേക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ കൂടുതൽ ഓയിലി ആയതും സ്പൈസി ആയതുമായ ഭക്ഷണങ്ങൾ കുറയ്ക്കാം. വളരെ സ്പൈസിയും ഫ്രൈഡുമായ ഭക്ഷണങ്ങൾ നോസിയ ഉള്ള സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ലൈറ്റായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. പിന്നെ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ക്ഷീണം സാധാരണമാണ്. ക്ഷീണം കൂടുമ്പോൾ നോസിയ കൂടുതൽ മോശമാകാം. അതുകൊണ്ട് മതിയായ ഉറക്കവും റെസ്റ്റും എടുക്കാൻ ശ്രമിക്കുക. പിന്നെ റൂമിൽ കുക്കിങ്ങിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ മറ്റ് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലുകൾ ഉണ്ടെങ്കിൽ നോസിയ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഫ്രഷ് എയർ ലഭിക്കുന്ന സ്ഥലത്ത് ഇരിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക എന്നതാണ്. ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതെ കുറച്ച് സമയം നേരെ ഇരിക്കുന്നത് നല്ലതാണ്. വളരെ ഹെവി ആയിട്ടുള്ള മീൽസ് ഒഴിവാക്കി ചെറിയ മീൽസ് കഴിക്കുന്നത് സഹായകരമാണ്. മോർണിംഗ് സിക്നസ് സാധാരണയായി പ്രഗ്നൻസിയുടെ ഇയർലി വീക്സിൽ ആരംഭിക്കുകയും പലർക്കും 16 to 20 ആഴ്ചയ്ക്കുള്ളിൽ മെച്ചപ്പെടുകയും ചെയ്യും. എന്നാൽ ഓരോ പ്രഗ്നൻസിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും നോസിയ എന്തുകൊണ്ടാണ് എന്ന് ഓർത്ത് പേടിക്കേണ്ടതില്ല. മോർണിംഗ് സിക്നസ് സാധാരണമായിട്ടിരുന്നാലും വളരെ സിവിയർ ആയ വൊമിറ്റിംഗ് അവഗണിക്കരുത്. വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും വളരെ ഡാർക്ക് കളറിലുള്ള യൂറിനാണ് വരുന്നത് എങ്കിലും 8 മണിക്കൂറിലധികം യൂറിൻ പോകാതിരിക്കുക. നിൽക്കുമ്പോൾ വളരെ ക്ഷീണവും ഡിസ്നെസ്സും അനുഭവപ്പെടുക, വയറുവേദന, വൊമിറ്റിങ്ങിൽ ബ്ലഡ് കാണുക എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. പ്രഗ്നൻസിയിലെ മോർണിംഗ് സിക്നസ് വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കാം. പക്ഷേ ഇത് ഇയർലി പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയ ഒരു സിംറ്റമാണ്. നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യുന്ന ഫുഡ് കണ്ടെത്തുക. ചെറിയ അളവിൽ പലതവണയായി കഴിക്കാൻ ശ്രമിക്കുക. വെള്ളം ചെറിയ അളവിൽ കുടിക്കാൻ ശ്രമിക്കുക. മതിയായ റെസ്റ്റ് എടുക്കുക. നോസിയ ട്രിഗർ ചെയ്യുന്ന സ്മെല്ലുകളും ഫുഡുകളും ഒഴിവാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.